വീട്ടിൽ തന്നെയാണ്. പക്ഷേ ഇന്ന് നമ്മൾ കുറച്ച് പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് എന്തുവാ, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനാണെങ്കിൽ ഇച്ചിരി കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അതൊക്കെ ഇന്ന് പറഞ്ഞു തീർത്ത് പിന്നെ കുറച്ച് പണിയൊക്കെ ചെയ്ത് ഇന്ന് ഈ വീഡിയോയിലെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ബാക്കിൽ കാണുമ്പോൾ ഒരു വില്ലേജ് ബ്രീഡറാണ്. ഇത് നമുക്ക് ഹാൻഡ് ഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. പക്ഷേ വർക്കാവുന്നുണ്ട്, ഞാൻ നല്ലപോലെ വർക്കാവുന്നു. 3 വില്ലേജർ വന്ന് ഒരെണ്ണം അതിനകത്ത് കിടന്ന് തന്നെ വളർന്നു. അങ്ങനെ പോകാൻ ഗൈസ്, രാത്രിയാണ് പറയും. ഞാൻ ഒന്ന് ഉറങ്ങിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, അപ്പം നിങ്ങൾക്ക് എൻ്റെ ബേസിൻ്റെ ഇപ്പോഴത്തെ ലുക്ക് കാണണ്ടേ? ഇതാണ് ഇപ്പോഴത്തെ കോല. സോ എന്തുവാ ഞാൻ എൻ്റെ ഞാൻ ഇച്ചിരി മൈനിങ്ങിനൊക്കെ പോയി ഇച്ചിരി ഡയമണ്ടൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ടൂൾസൊക്കെ എല്ലാം ഡയമണ്ടാക്കി. 2 പിക്കാസ് വീട്ടിൽ ഇരിപ്പുണ്ട്. അങ്ങനെ ഇതാണ്ട് എൻ്റെ വീടൊക്കെ പുതുക്കി പണിഞ്ഞുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാം എൻ്റെ വീട്. അപ്പോൾ ഇതാണ് നമ്മളെ സെൻറ്റർ പോയിൻ്റ്. ഈ ഒരു ഏരിയയിൽ നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാത്ത് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു ബിൽഡ് കാണാം. ഇത് നമ്മളുടെ ഒരു ബാണാണ്. എന്ന് വെച്ചാൽ ആനിമൽസിനൊക്കെ, കോവിനും ഷീപ്പിനെ വളർത്താൻ വേണ്ടി ഞാട്ടാകും. പിന്നെ ഇവനൊരു പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവൻ്റെ വീട്, ഇവനെ ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡ് കാണിച്ചില്ലെന്ന് തോന്നുന്നു. അത് കാണിച്ചു. എനിക്ക് ആദ്യം കിട്ടിയത്, ഞാൻ പിന്നെ ഇപ്പോഴേ അറിഞ്ഞത്. ഇപ്പോൾ സാഡിലുണ്ടാക്കാൻ പറ്റുന്നു. അങ്ങനെ സാഡിലുണ്ടാക്കി. അതുകൊണ്ടായിരുന്നു ഞാൻ അവനെ അവിടെ കുഴിയിലിട്ടിരുന്നു. അങ്ങനെ കണ്ട് ഇവിടെ ഒരു നമുക്ക് ആവശ്യമില്ല ഉണ്ടെങ്കിൽ ക്രാഫ്റ്റിംഗ് ടേബിൾ ഒന്ന് എടുക്കാമെങ്കിൽ അതെടുക്കാൻ. പിന്നെ അതുകൊണ്ട് വില്ലേജേഴ്സിന് വല്ലതും തിന്നാൻ കൊടുക്കണ്ടേ? അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ക്രോ ഫാമും കൂടെ ഉണ്ടാക്കിയായിരുന്നു. ഇവിടെ നല്ലപോലെയൊക്കെ പോകുന്നുണ്ട്. പിന്നെ നമുക്കിതാ ഇവിടെ ഒരു വിൻഡ് മില്ല്, ചെറിയ തട്ടിക്കൂട്ട് വിൻഡ് മില്ലൊക്കെ. അങ്ങനെ ഒരു വിൻഡ് മില്ലുണ്ട്. ഈ വിൻഡ് മില്ല് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇതിൻ്റെ അകത്തില്ലേ നമുക്ക് ഇവിടെ ഈ സാധനങ്ങളൊക്കെ വെക്കാം. അങ്ങനെ ക്രോ ഫാമിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വെക്കാം. അതുകൊണ്ട് അവിടെയാണ് നമ്മളെ വില്ലേജ് ബ്രീഡർ ഞാൻ കാണിച്ചു തന്നെ വഴി കാണിച്ചു തരാം. കഴിഞ്ഞ ഇത്ര ദിവസമൊന്നും ഇച്ചിരി കഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് ഇത്ര. പിന്നെ നമ്മൾ ട്രീ ഫാം അവിടുന്ന് പൊട്ടിച്ച് കളഞ്ഞു. എന്താണെന്നറിയാം, നടുക്ക് തന്നെ ആ ട്രീ ഫാം വന്നിരിക്കുന്നുണ്ട്. ഒരുമാതിരി വൃത്തിയുടെ പോലെ എനിക്ക് തോന്നി. പിന്നെ എന്തോ ഇത് നമ്മുടെ കയ്യിൽ കുറേ ഫുഡും ഇപ്പോൾ ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നു. പിന്നെ എൻ്റെ വീടൊന്ന് പുതുക്കി പണിയെന്ന് ചോദിച്ചത്. മറ്റേത് തട്ടിക്കൂട്ട് സ്റ്റാർട്ടർ ഹൗസ് ആയിരുന്നു. ഇപ്പം നമ്മളുടെ വീട് പുതുക്കി പണിഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, പുതുക്കി പണിഞ്ഞ് ഇനി ഇച്ചിരി പണികളൊക്കെ ഉണ്ട്. ഇൻറ്റീരിയർ അങ്ങനെ. പിന്നെ അതാണ്ട് ഇവിടെ പാത്തൊക്കെ റെഡിയാക്കണം. അങ്ങനെ നമുക്ക് വീട്ടിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ ഫ്രണ്ട് ഒരു നെതർ പോട്ട് വേണം. ഞാൻ അതിനകത്ത് കയറി നോക്കി. കയറിയിട്ട് കോബിൾ സ്റ്റോൺ വെച്ചിട്ട് അവിടെ ഒരു ഇങ്ങനെയൊക്കെ ഒരു ഒന്ന് സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടെല്ലാം മൂടി വെച്ചിട്ടുണ്ട്. കാസ്റ്റ് വല്ലക്ക് ഇത് ബഗ് റോക്ക് ഇടിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് എപ്പോൾ ചാവുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ എൻ്റെ ബാക്കിലുണ്ട്. ഇവിടെയും ചെറിയൊരു ഇതൊക്കെ റെഡി ആക്കണം. അങ്ങനെ പിന്നെ ഞാൻ അപ്പുറത്തെ ഐലൻഡിൽ ഞാൻ ഇച്ചിരി ടെറാഫോമൊക്കെ ചെയ്ത് ഇനി ഈ ഐലൻഡ് ചെയ്യണം. നമുക്കിതുകൊണ്ട് അവിടെ സ്പ്രൂസ് അതിൻ്റെ മരം എനിക്കിഷ്ടമുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മരം ആ സ്പ്രൂസ്. അത് വെട്ടാനും യൂസ് ചെയ്യാം. അങ്ങനെ അതുകൊണ്ട് നമ്മളെ വീടിൻ്റെ ബാക്കിൽ നിന്നുള്ള ലുക്ക്. അങ്ങനെ ഇവിടെ ബെല്ലൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മളെ വില്ലേജേഴ്സ് പ്രാന്തങ്ങൾ. നമുക്ക് മേളത്തെ നിലയിലോട്ട് കയറാം. ഇവിടെയാണ് എൻ്റെ ബെഡ്റൂം. പിന്നെ ഇവൻ്റെ പേരെന്തോന്നറിയോ? പിന്നെ ഞാൻ ഇട്ടൊരു പേരാണ്. അത് ഒരു കഥയുണ്ട് ഇതിൻ്റെ പേര് വരാനുള്ള കാരണത്തിന്. എൻ്റെ പേരെന്തോന്ന് കേൾക്കണ്ടേ?
തട്ടിപ്പ് വാസു എന്നാണ് എൻ്റെ പേര്. അങ്ങനെ ഇവിടെ എത്തുമ്പോൾ ഒരു ബാൽക്കണി ഒരു വ്യൂയിങ്. നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മൾ ബേസ് പണി വരുന്നതൊക്കെ കാണാം. അങ്ങനെ ഇനി ഒരു നിലയുണ്ട്, താഴെയാണ് ആ നില. നമുക്ക് തന്നെ ഇവിടെ കൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോ വേണ്ട. നമ്മളുടെ ഇപ്പോൾ ഇതാവുന്നുണ്ട്. പിന്നെ നമ്മളുടെ സ്കിന്നാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം എൻ്റെ സ്കിന്ന് തിരിച്ച് കിട്ടി. അങ്ങനെ ഓക്കെ. പിന്നെ ഇതാണ്ട് ഇവിടെ എൻ്റെ സ്റ്റോറേജ്. പിന്നെ ഞാൻ നിൽക്കുന്നു ഇവിടെ. എൻ്റെ ഇതൊക്കെ ഫർണേഴ്സ് ഇതെന്തോ ഫോണ് കത്തിക്കാൻ വെച്ചിരുന്നു. ഓക്കെ, ഇങ്ങോട്ടാണ് നമ്മളെ മൈനിങ് ഏരിയ. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് തന്നെ ആ മൈനിങ് ഏരിയ. പഴയ വീട്ടിലുണ്ടായിരുന്ന ആ മൈനിങ് ഏരിയ തന്നെയാണ്. പിന്നെ അതാണ് ആൺ ഫാം. അല്ല, ഇത് മറ്റേ മിഷൻ ബോർഡ്. ഇതിനകത്ത് ആൺ ഫാം എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ബാക്കി നമുക്ക് എന്തൊക്കെ വേണ്ട അതേപോലെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു ചെറുവിടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വീട് ഇരിപ്പ് കണ്ട. ഓക്കെ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞ് ഇത്രയും പണികൾ ചെയ്തിട്ടുണ്ട്. അത് ഇനിയും വല്ല ചേർക്കണ്ട. അങ്ങനെ പറയട്ടെ. ഞാൻ ആ സ്പൂസിൻ്റെ ഇത് തപ്പാൻ പോയവരല്ലേ, ഇതിനെ കിട്ടിയിട്ട് തിരിച്ചു വരാൻ നേരത്ത് 2 വില്ലേജും കണ്ട് കുഴിയിലൊട്ട ചത്ത്. പിന്നെ വീണ്ടും സ്പോണായി. അങ്ങ് എൻ്റെ ബെഡിലല്ലായിരുന്നു സ്പോണായത്. ഞാൻ എൻ്റെ ബെഡും എടുത്തോണ്ടാവുക. റീസ്പോൺസ് സെറ്റ് അല്ലായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ പോയി എൻ്റെ ആദ്യത്തെ സ്പോൺ ഏരിയയിലായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും തപ്പി ഇവിടെ വന്ന് എൻ്റെ ഗ്രോ ഫാമിൽ നിന്ന് 3 വീറ്റ് പുറത്തെടുത്തിട്ട് ബ്രെഡ് ഉണ്ടാക്കി അങ്ങനെ തപ്പി പോയി. കുറേ നടന്നിട്ട് ചത്തില്ല. അങ്ങനെ വീണ്ടും കിട്ടി. അങ്ങനെ പോകുന്നതായിരിക്കും എനിക്കൊരു റൂൺ പോർട്ടൽ കിട്ടിയത്. എന്നാൽ ഇത്രയും പിന്നെ ഒബ്സിഡിയൻ എത്തിച്ചത്. പിന്നെ അങ്ങനെ അപ്പോൾ ഗൈസ് നമുക്ക് അവിടെ വൈൻഡപ്പ് ചെയ്യണം വീഡിയോ. ഇവിടെ ഇന്ന് തട്ടിപ്പോസു അപ്പോൾ നമ്മളുടെ വീഡിയോ ഏതാണ്ട് ഇവിടെ ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്.